ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് മാളികപ്പുറം സീരിയലിന്റെ ഈ വരുന്ന ഒരാഴ്ചയിലെ സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അപ്പൊ നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ ഉണ്ണിമോളും അതുപോലെ തന്നെ രക്ഷസും കൂടി തേവാരപ്പുരയിൽ ചെന്ന് അവിടുത്തെ ദീപങ്ങൾ തെളിയിക്കാൻ തുടങ്ങുകയാണ്. അപ്പം ആ സമയത്ത് തന്നെ സുഗന്ധി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അങ്ങോട്ടേക്ക് വരികയാണ്. വന്ന പാടെ തന്നെ സുഗന്ധി ചോദിക്കുന്നുണ്ട്, നിന്നോട് ആരാണ് ഇതിനകത്ത് കടക്കാൻ പറഞ്ഞതെന്ന് ചോദിച്ച് ഉണ്ണിമോളോട് ദേഷ്യപ്പെടുമ്പം സുഗന്ധിയുടെ അച്ഛനും ഒപ്പം ഉണ്ട്. അപ്പം സുഗന്ധിയോട് കാര്യങ്ങൾ പറയാണ്. ഞാൻ മാത്രമല്ല ചേച്ചി വന്നിരിക്കുന്നത്, എൻ്റെ കൂടെ ദാ ഈ അപ്പൂപ്പനും കൂടിയുണ്ട്. അപ്പം അപ്പൂപ്പനെ നോക്കുമ്പോഴോ ഇവർ രണ്ടുപേരും അപ്പൂപ്പൻ ആരാണെന്നോ അപ്പൂപ്പനെ കാണുന്ന പോലും ഇല്ല. അങ്ങനെ നീ ഞങ്ങളോട് കള്ളത്തരം പറയല്ലേ, ഇതിനകത്ത് പൂർവികർ വെച്ചിരിക്കുന്ന നിധിയും കാര്യങ്ങളും ഒക്കെ അടിച്ചു മാറ്റാനല്ലേടി നീ ഇതിനകത്ത് കയറിയതെന്നും ചോദിച്ച് ഉണ്ണിമോളെ തല്ലാൻ തുടങ്ങുകയാണ് സുഗന്ധി. സുഗന്ധിയുടെ നേരെ ബ്രഹ്മരക്ഷസ് തുറിച്ചൊന്ന് നോക്കുകയാണ്. നോക്കിയ പാടെ തന്നെ സുഗന്ധിയുടെ അടുത്ത് നിന്ന അച്ഛനാണെങ്കിലോ സുഗന്ധിയെ പൊതിരെ തല്ലാൻ തുടങ്ങുകയാണ്. അങ്ങനെ സുഗന്ധി അടികൊണ്ട് വേദനിക്കുന്ന സമയത്ത് അച്ഛൻ ഇത് എന്താ ഈ കാണിക്കുന്നത്, എന്നെ അച്ഛൻ എന്തിനാ തല്ലുന്നതെന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ കൂടിയും അച്ഛൻ അടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും മകള് തിരികെ അടിക്കാൻ തുടങ്ങി. ഇതൊക്കെ കണ്ട് നമ്മുടെ ഉണ്ണിമോൾക്ക് ചിരി വരുന്നുണ്ട്. എന്നാലും ഇതിലെന്തൊക്കെയോ ഒരു കളി നടക്കുന്നുണ്ട് എന്ന് ഉണ്ണിമോൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അവർ ആ റൂമിൽ നിന്നും പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനോ രക്ഷസും അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണിമോളും കൂടി തേവാരപ്പുരയിൽ ദീപങ്ങൾ തെളിയിക്കുകയാണ്. ഭഗവാൻ സാക്ഷാൽ അയ്യപ്പസ്വാമി അവിടെ എത്തിയിരിക്കുന്ന കാര്യങ്ങൾ രക്ഷസിന് മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിവേദ്യം കൊടുക്കുന്നതിന് പകരം ഇതുപോലെ ദീപങ്ങൾ തെളിയിക്കുകയാണ് രക്ഷസ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ തമ്പുരുമോളാണെങ്കിൽ റൂമിൽ അങ്ങനെ ഇരിക്കുകയാണ്. തമ്പുരുവിന് ഭയങ്കര സങ്കടമാണ്. നല്ല രീതിയിൽ പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്നതാണല്ലോ. പെട്ടെന്നാണ് തൻ്റെ ശബ്ദമൊക്കെ നിലച്ചത്. തനിക്കിപ്പം അമ്മ എന്ന് പോലും പറയാൻ പറ്റാത്തൊരവസ്ഥ വന്ന് ഭവിച്ചല്ലോ. അതിൻ്റെ സങ്കടത്തിലൊക്കെയാണ് തമ്പുരു അവിടെ അങ്ങനെ ഇരിക്കുന്നത്. അപ്പം ആ സമയത്താണെങ്കിലോ റൂമിലേക്ക് രക്ഷസ് വരികയാണ്. ബ്രഹ്മരക്ഷസിനെ കണ്ടതും തമ്പുരു ആണെങ്കിൽ പേടിച്ച് വിറച്ച് ആ റൂമിൻ്റെ ഒരു മൂലയ്ക്ക് പോയി ഇരിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗിരിദേവനും അതുപോലെ വാവയും കൂടി ആ റൂമിന് വെളിയിൽ വന്നതും വാതിൽ പെട്ടെന്ന് അങ്ങ് അടഞ്ഞു പോവുകയും ചെയ്തു. ഇത് കണ്ടതും ഉണ്ണിമോളാണെങ്കിലോ അയ്യോ ഇതെന്ത് പറ്റി, തമ്പുരു അതിനകത്തല്ലേ ഉള്ളത്. അപ്പൊ തമ്പുരു ആണെങ്കിൽ അകത്തെറിഞ്ഞ് ഈ രക്ഷസിനെ കണ്ടതുകൊണ്ട് തന്നെ പേടിച്ചിട്ട് അവൾ ആ റൂമിൽ ഇങ്ങനെ തട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഈ തട്ടലും മുട്ടലും ഒക്കെ കേൾക്കുമ്പം അയ്യോ തമ്പുരു പേടിച്ച് കാണും. ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഗിരിദേവ, എന്തെങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ. ഉണ്ണിമോളെ നീ അങ്ങനെയൊന്നും വാതിലിൽ അടിച്ചിട്ടോ തള്ളിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല. റൂമിൽ ബ്രഹ്മരക്ഷസ് ഉണ്ട് എന്നുള്ള കാര്യം അത് ഗിരിദേവൻ ഇങ്ങനെ പറയുകയാണ്. അയ്യോ ബ്രഹ്മരക്ഷസോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, തമ്പുരു അവിടെ തനിയല്ലേ ഉള്ളത്, തമ്പുരുവിന് പേടിയാകൂ എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിമോളാണെങ്കിൽ വലിയ സങ്കടത്തിലൊക്കെ ആയി. അങ്ങനെ ആ റൂം പതിയെ ഇങ്ങനെ തുടക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് രക്ഷസ് അദ്ദേഹം നമ്മുടെ തമ്പുരുവിൻ്റെ സ്വരം എടുത്തല്ലോ, അതുപോലെ തന്നെ അവളുടെ കാഴ്ചയും കൂടി കവർന്നെടുക്കുകയാണ്. അങ്ങനെ തമ്പുരു കണ്ണ് കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിപ്പോയി. അപ്പം ഗിരിദേവനാണെങ്കിൽ ഇതിനൊരേ ഒരു പരിഹാരമല്ലേ ഉള്ളൂ, രക്ഷസിനെ പ്രീതിപ്പെടുത്തി തമ്പുരുവിനെ നഷ്ടപ്പെട്ടു പോയ സ്വരം തിരികെ നൽകണമെങ്കിൽ അത് ഉണ്ണിമോളെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഉണ്ണിമോളെ അതിന് കരുവാക്കുകയാണ് ഗിരിദേവൻ. അങ്ങനെ ഉണ്ണിമോള് അതുപോലെ തന്നെ നമ്മുടെ തമ്പുരുമൊക്കെ കൂടി തമ്പുരുവിൻ്റെ ഈ ഒരു അവസ്ഥ കണ്ട് ഉണ്ണിമോൾക്ക് വലിയ വിഷമമൊക്കെ ഉണ്ട്. അങ്ങനെ അവളുടെ അച്ഛനും അമ്മയും ആ മനയിലെത്തുകയാണ്. മനയിലെത്തി കഴിയുമ്പോഴോ തൻ്റെ മകളുടെ ശബ്ദം മാത്രമേ മുന്നേ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അവൾ അന്ധയും കൂടി ആയി പോയല്ലോ എന്നുള്ളൊരു സങ്കടമാണ് ആ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ അവർ വളരെയധികം കരയുകയൊക്കെ ചെയ്യുമ്പം ഗിരിദേവൻ അവരെ ആശ്വസിപ്പിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ ലഭിച്ചിരിക്കും, നിങ്ങളുടെ മകള് പഴയതുപോലെ തന്നെ ആകും എന്നുള്ള ആ ഒരു വാഗ്ദാനമൊക്കെ കൊടുക്കുമ്പം ആ അച്ഛനും അമ്മയും ഒക്കെ ഒരുപാട് അങ്ങ് സമാധാനിക്കുകയാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ അനുപമയും അതുപോലെ തന്നെ ദേവകി മുത്തശ്ശിയും ഒക്കെയാണ്. അപ്പം തൻ്റെ മകൻ്റെ അവസ്ഥ ഒരു ജോത്സ്യൻ പ്രവചിച്ചത് മുഖേന അമ്മയ്ക്ക് നന്നായിട്ട് തന്നെ മനസ്സിലായല്ലോ. പിന്നെ തിരുമേനിയും അതുപോലെ അവിടെ ഉയർന്ന് നിൽക്കുന്ന ആൾക്കാരെല്ലാവരും മുത്തശ്ശിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. രാജീവന്റെ ജീവൻ തന്നെ അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കിയ മുത്തശ്ശിയാണെങ്കിലോ അനുപമയോട് പറയുന്നുണ്ട്,
ഇനി ഒരേ ഒരു ആശ്രയം അത് ഈ ക്ഷേത്രത്തിലുള്ള അന്നപൂർണേശ്വരി ദേവി മാത്രമാണ്. ദേവിയെ കരഞ്ഞു വിളിച്ചു കഴിഞ്ഞാൽ ദേവി വെളിപ്പുറത്താണ്. അറിയാലോ, ഉണ്ണിമോളാണ് ദേവിയെ പ്രീതിപ്പെടുത്തിയത്. അങ്ങനെയുള്ള ഉണ്ണിമോൾക്ക് ദേവിയെ പ്രീതിപ്പെടുത്താൻ സാധിച്ചെങ്കിൽ അനുപമേ, നിന്റെ പ്രാർത്ഥനയും ദേവി കേൾക്കും. അതുകൊണ്ട് നീ മനസ്സുരുക്കി പ്രാർത്ഥിക്ക്. അപ്പൊ തിരുമേനി വന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ താലി, നിന്റെ മംഗല്യസൂത്രം അത് ദേവിയുടെ നടക്കൽ വെച്ച് പ്രാർത്ഥിക്ക്. ഇത് കാക്കാൻ അന്നപൂർണേശ്വരി ദേവിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും പറഞ്ഞ് തിരുമേനി അങ്ങനെ ഒരു ഉപദേശവും കൂടെ കൊടുത്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ അനുപമയാണെങ്കിലോ ദേവിയുടെ മുന്നിൽ പോയി, മുത്തശ്ശിയുണ്ട് കൂടെ, അങ്ങനെ തൻ്റെ താലിമാല ഊരി ദേവിയുടെ നടയിൽ വെച്ചിട്ട് അനുപമ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് തൻ്റെ ഭർത്താവിൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും ഒക്കെ വേണ്ടി, അദ്ദേഹത്തെ പഴയതുപോലെ തന്നെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഈ പ്രാർത്ഥനകളെല്ലാം ദേവി ശരിക്കും പ്രീതിപ്പെടുന്ന ഒരു ദേവി തന്നെയാണല്ലോ. ശാന്തൻ്റെയും അമ്മയുടെയും കഥകളൊക്കെ കേട്ടത് കൊണ്ട് തന്നെ നമുക്ക് ആ ദേവിയെ കുറിച്ചിട്ട് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ദേവി അനുപമയുടെ പ്രാർത്ഥന കേൾക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗിരിദേവനെയും അതുപോലെ തന്നെ ലെമ്പോയെയും ദേവി വിളിപ്പിക്കുകയാണ്. ജഗദംബികയുടെ അടുത്ത് വരുന്ന അയ്യപ്പസ്വാമിയും ഗണപതി ഭഗവാനും അമ്മ എന്തിനാണ് വിളിച്ചത് എന്നുള്ള കാര്യം ആരായുമ്പോഴത്തേക്കിനും ഇതുപോലെ ഒരു സ്ത്രീ അവളുടെ താലി വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ അമ്മയ്ക്ക് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പുത്രന്മാർ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ പറയുകയാണ്. അപ്പം അമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം അതേപടി തന്നെ ചെയ്യാമെന്നുള്ള വാക്ക് ഗിരിദേവനും കൊടുക്കുകയാണ്. അപ്പം ഇപ്പം നമ്മുടെ രാജീവ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഗിരിദേവനും ഉണ്ണിമോളും ഒക്കെ ഉള്ളത് മനയിൽ തന്നെയാണല്ലോ. അവിടെയുള്ള ഒരു റൂമിലാണ് രാജീവനും താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജീവൻ്റെ ജീവൻ്റെ കാര്യം അത് ഞാൻ നോയിക്കോളാം എന്നുള്ളൊരു വാക്ക് അമ്മയ്ക്ക് കൊടുത്ത് പുത്രന്മാർ രണ്ടുപേരും അവിടുന്ന് മടങ്ങുകയാണ്. ശേഷം നമ്മളെ കാണിക്കുന്നത് സുഗന്ധിയെയാണ്. സുഗന്ധിയാണെങ്കിലോ ആരുടെ എന്ത് കണ്ടാലും അടിച്ചു മാറ്റുന്ന സ്വഭാവമാണല്ലോ. അപ്പം അവളാണെങ്കിലോ രാജീവൻ്റെ കയ്യിൽ കുറച്ചധികം പണമൊക്കെ കണ്ടായിരുന്നു. ആ കാശ് എങ്ങനെയെങ്കിലും കൈക്കലാക്കണം. അതിനു മുന്നേ നമ്മുടെ ഗിരിദേവൻ കൊടുത്ത കാപ്പൊക്കെ അണിഞ്ഞാണ് പുള്ളിക്കാരി രാജീവൻ്റെ ബാഗിൽ കൈയിടുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഉണ്ണിമോളും അതുപോലെ തന്നെ ഗിരിദേവനും ഒക്കെ കൂടി ഈ ഒരു കാഴ്ച കാണുകയാണ്. അപ്പോൾ ഉണ്ണിമോള് പറയുന്നുണ്ട്, ദേ ഈ ചേച്ചി ഈ വീട്ടിൽ താമസത്തിന് വരുന്ന ഓരോരുത്തരുടെയും ഓരോ സാധനങ്ങളും അടിച്ചു മാറ്റിയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഇനി ഈ ചേച്ചി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല ഗിരിദേവ. ഈ ചേച്ചിക്ക് തക്കതായ ഒരു ശിക്ഷ തന്നെ കൊടുക്കണം. ഗിരിദേവൻ അറിയാലോ, നമ്മുടെ തമ്പുരുമോൾക്ക് ഇത്രയധികം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായത് ഈ ചേച്ചി കാരണമല്ലേ. ഈ ചേച്ചി കാരണമാണ് അവർ തേവാരപ്പുരയിൽ ചെല്ലേണ്ടി വന്നതും തമ്പുരുവിൻ്റെ തലയിൽ നാണയം വീണതും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഗിരിദേവ ഈ ചേച്ചിക്ക് തക്ക ശിക്ഷ കൊടുക്കണം. അപ്പം ഗിരിദേവനാണെങ്കിൽ ഒന്ന് ചിരിക്കുകയാണ്, വാവയും ചിരിക്കുകയാണ്. അതെ, ആ ചേച്ചി ഒന്ന് ആ കൈയൊന്ന് അതിൽ നിന്ന് എടുത്തോട്ടെ എന്ന് പറയുക. അപ്പം ബാഗിൽ നിന്ന് കൈ എടുത്തതും സുഗന്ധിക്കാണെങ്കിലോ അയ്യോ കൈ പൊള്ളുന്നേ എന്നുള്ളൊരു എഫക്റ്റായി. കൈക്ക് എന്തൊക്കെയോ ഒരു പൊള്ളൽ ഫീൽ ചെയ്തിട്ട് ഇവളാണെങ്കിൽ കരച്ചിൽ തുടങ്ങി. പെട്ടെന്ന് തന്നെ അവളുടെ അച്ഛൻ അങ്ങോട്ട് വരികയാണ്. എന്താ മോളെ, നീ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ച്. അങ്ങനെ അവൾ പറയുന്നുണ്ട്, അച്ഛാ എനിക്കറിയില്ല അച്ഛാ, എൻ്റെ ഈ കൈ ഭയങ്കരമായിട്ട് പൊള്ളുന്നുണ്ട്. ഇത് കണ്ട് വാവ പറയുന്നുണ്ട്, വളയണിഞ്ഞ ചേച്ചിയല്ലേ, അതും ഗിരിദേവൻ സമ്മാനമായിട്ട് കൊടുത്ത വള. ആ വള അണിഞ്ഞത് കൊണ്ട് തന്നെയാണ് ചേച്ചിക്ക് ഇത്രയധികം പൊള്ളൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ തന്നെ സുഗന്ധി തൻ്റെ കയ്യിലണിഞ്ഞ കാപ്പുവളകൾ ഊരി എറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിങ്ങോട്ട് ഊരിപ്പോരുന്നില്ല. അങ്ങനെ അവൾ വലിയ വിഷമത്തിലൊക്കെ ആയി. അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഞാൻ ഇതുവരെ ചെയ്തു പോയതെല്ലാം എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുമ്പം ഗിരിദേവൻ പറയുന്നുണ്ട്, ഇത്രയും കാലം നീ ഓരോ ആൾക്കാരെയും പറ്റിച്ച് ജീവിച്ചു. ഇനി നീ ചെയ്യേണ്ടുന്ന കാര്യമെന്ന് പറഞ്ഞാൽ നീ കട്ടെടുത്ത മുതലുണ്ടല്ലോ അത് നഷ്ടപ്പെട്ട ആൾക്കാർക്ക് തിരികെ കൊടുക്കണം. എന്നാൽ മാത്രമേ നിനക്ക് ഈ ഒരു പാപത്തിൽ നിന്നും മോചനം ലഭിക്കൂ എന്നുള്ള കാര്യം. അങ്ങനെതാ ശാപമൊക്കെ കിട്ടി പാവം സുഗന്ധി 8ന്റെ പണിയല്ല 16ന്റെ പണിയെന്ന് തന്നെ പറയണം. അവൾ അത്രയധികം കഷ്ടപ്പെടുകയാണ്. നീറ്റലെന്ന് പറഞ്ഞാൽ അത് കൂട്ട് നീറ്റലാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോഴാണെങ്കിലോ നമ്മുടെ തമ്പുരുവിൻ്റെ കാഴ്ചയും നഷ്ടപ്പെട്ടല്ലോ. ഇനി തമ്പുരുവിൻ്റെ കാഴ്ച തിരികെ ലഭിക്കണം. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിലോ അന്നപൂർണേശ്വരി തൻ്റെ അമ്മ പറഞ്ഞതനുസരിച്ച് തന്നെ രാജീവൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ ഗിരിദേവൻ നോക്കുകയാണ്. അപ്പം ആ സമയത്താണെങ്കിലോ ആ ഗുണ്ടാ സംഘങ്ങൾ എല്ലാവരും അവിടെ തന്നെ ഉണ്ടല്ലോ. ഇവന്മാർ ആ വീട്ടിൽ തന്നെ തമ്പടിച്ചിരിക്കുന്നത് കൊണ്ട് അവരെ കൊണ്ട് തന്നെ തേവാരപ്പുരയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നിധി അത് അടിച്ചു മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ നമ്മുടെ ഗിരിദേവൻ ഒരു ബുദ്ധി പ്രയോഗിക്കുകയാണ്. അങ്ങനെ ഇവരോട് പറയുന്നുണ്ട്, ചേട്ടന്മാരെ നിങ്ങൾക്കറിയാവോ തേവാരപ്പുരയെന്നും പറഞ്ഞ് ഇവിടെ ഒരു പുരയുണ്ട്. അതിനകത്ത് ആ മുറിക്കകത്ത് ഒരുപാട് കാർന്നവന്മാർ സൂക്ഷിച്ചു വെച്ചിരുന്ന സ്വർണവും പണവും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം. എന്തായാലും അത് അവിടെയാണെന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്കുക.
നിൽക്കുകയാണ്. തേവാരപ്പുര കയറി കഴിഞ്ഞാൽ അറിയാമല്ലോ, രക്ഷസിന്റെ നോട്ടത്തിലുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ തേവാരപ്പുരയിൽ കയറിയ ഒരാളും ചുമ്മാതങ്ങ് ഇറങ്ങിപ്പോകില്ലല്ലോ. ഇപ്പൊ തന്നെ നമ്മുടെ തമ്പുരുമോൾക്ക് അബദ്ധം വെച്ചാലാണ് ഇങ്ങനെയുള്ളൊരു കാര്യമൊക്കെ സംഭവിച്ചത്. അങ്ങനെ ഈ കള്ളന്മാർക്ക് തേവാരപ്പുര കാണിച്ചു കൊടുത്ത് ഭഗവാൻ കളികൾ കണ്ട് ആസ്വദിക്കുകയാണ്. ഇപ്പം ഇവന്മാര് അതിനകത്ത് കയറി മോഷണം ചെയ്യാം എന്നുള്ള രീതിയിൽ തുറന്നതും പെട്ടെന്ന് തന്നെ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ ഇരുട്ട് മൂടി കിടക്കുന്ന തേവാരപ്പുരയാണ്. അപ്പം ഇതെന്താണിപ്പോൾ വെളിച്ചവും ഇല്ല വെട്ടവും ഇല്ല, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എന്തായാലും നിങ്ങൾ സൗണ്ട് ഉണ്ടാക്കാതെ തന്നെ വരണം, നമുക്കിതിനകം മുഴുവൻ പരിശോധിച്ച് നോക്കാം. ആ ചെറുക്കൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഇതിനകത്ത് ഉണ്ടെങ്കിലോ എന്നും പറഞ്ഞ് കൂട്ടുകാരെയൊക്കെ കൂട്ടി അവന്മാരതിനകത്ത് മുഴുവൻ പരിശോധന നടത്തുകയാണ്. നടത്തി വരുന്ന സമയത്ത് കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ ഒരു പെട്ടി നിറയെ സ്വർണ്ണാഭരണങ്ങളൊക്കെ നാണയങ്ങളും ഒക്കെയാണ്. ഇത് കണ്ട അവന്മാരുടെ കണ്ണ് മഞ്ഞളിച്ചു. ഹാ കിട്ടി, എന്തായാലും നമുക്ക് അവനെ വിട്ടേക്കാം, അവൻ കുറച്ച് കാശല്ലേ എടുത്തുള്ളൂ, ഇതൊക്കെ വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ കോടീശ്വരന്മാരാണ് എന്നും പറഞ്ഞ് ഇവന്മാർ സന്തോഷിക്കുന്ന ആ ഒരു സമയം അവിടെ ബ്രഹ്മരക്ഷസ് പ്രത്യക്ഷപ്പെടുകയാണ്. പിന്നെ പറയണ്ടല്ലോ, ആ കള്ളന്മാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കും. അതോടൊപ്പം തന്നെ ഭഗവാന് നഷ്ടപ്പെട്ടു പോയ തിരുവാഭരണങ്ങൾ തിരികെ ബ്രഹ്മരക്ഷസ് തന്നെ ഭഗവാന് സമർപ്പിക്കും, അതും നമ്മുടെ ഉണ്ണിമോളുടെ കൈകളിൽ വെച്ച് തന്നെ. അപ്പം അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമാണ് വന്നിരിക്കുന്നത്. എല്ലാവരും കാണുക. അതെ, നമ്മുടെ തമ്പുരുവിൻ്റെ സൗണ്ടും അതുപോലെ അവളുടെ കാഴ്ചയും ഒക്കെ രക്ഷസ് തന്നെ തിരികെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അത്തരത്തിൽ നല്ലൊരു വിശേഷം തന്നെയാണ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്